ഹലോ, വെൽക്കം ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ കോമൺ ആയിട്ട് കാണുന്ന എന്നാൽ നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് അറിയേണ്ട 3 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് പോകാം ഡയറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ആരെയാണ് മാനസിക പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടത്? സൈക്കോളജിസ്റ്റ് ആരാണ്? കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആരാണ്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരാണ്? സൈക്യാട്രിസ്റ്റ് ആരാണ്? കൗൺസിലേഴ്സ് ആരാണ്? ലൈഫ് കോച്ച് ആരാണ്? അല്ല, ഇങ്ങനെ കുറേ ഹീലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൽ വരുന്നൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ആരെയാണ് നമ്മൾ ആദ്യം പോയി കാണേണ്ടത് എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തികളും ഓരോ പ്രൊഫഷണലും എന്താണെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. മാനസിക, വൈകാരിക, സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബം, ജോലി, സ്കൂള്, പഠനം, മറ്റ് നിരന്തരം ഇടപെടുന്ന വ്യക്തികളുമായോ മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളെ സഹായിക്കുന്ന മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. അവരൊരു ഫാമിലിയിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ, ഒരു ഗ്രൂപ്പിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ മാനസിക ക്ഷേമത്തിനും മാനസിക ആരോഗ്യത്തിനും മാനസിക വളർച്ചയ്ക്കുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, ആ ഒരു പ്രൊസീജിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി രണ്ടാമത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. കോംപ്ലെക്സ് ഹ്യൂമൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും അസസ്മെൻറ്റ്സ് നടത്താനും ടെസ്റ്റുകൾ നടത്താനും ഒക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവർ കൂടുതലും സൈക്കോളജിക്കലായിട്ടുള്ള അസസ്മെൻറ്റുകളെ, ടെസ്റ്റുകളെ, ഇപ്പോൾ IQ ടെസ്റ്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് പെൻ പേപ്പർ വർക്കിൻ്റെ ടെസ്റ്റുകളുണ്ട്, അസസ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയും. അതുപോലെ സൈക്കോ തെറപ്പീസ്, ഇതൊക്കെ ചെയ്യാനായിട്ട് ഉള്ള വിദഗ്ധരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇനി മൂന്നാമത്തത് സൈക്യാട്രിസ്റ്റ്. അവർ മെഡിക്കൽ ഡോക്ടേഴ്സാണ്. MBBS കഴിഞ്ഞിട്ട് MD, ഡോക്ടർ ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ DO പോലുള്ള ഡിഗ്രീസ് എടുത്തിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓർ ലൈസൻസ്ഡ് ഡോക്ടേഴ്സ് ആണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ മനോരോഗ വിദഗ്ധരാണ്. മനസ്സിൻ്റെ രോഗാവസ്ഥയെ ഫാർമക്കോളജി അല്ലെങ്കിൽ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇനി ഈ 3 കാറ്റഗറിയിലുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും നമ്മളെ സഹായിക്കാനും ഹീൽ ചെയ്യാനുമുള്ള ആളുകളാണ്. എല്ലാ കേസിനൊന്നും ഡയഗ്നോസിസ് ആവശ്യം വരാറില്ല. ചില കേസുകൾ സ്ട്രെസ് കൊണ്ടോ, ഫാമിലി പ്രോബ്ലം കൊണ്ടോ, മാനസിക പ്രശ്നം കൊണ്ടോ, ടെൻഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് കൊണ്ടോ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, വ്യക്തിത്വ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 വിദഗ്ധരുടെ അടുത്ത് പോയാലും നമുക്ക് വേണ്ട, നമ്മുടെ കേസ് മനസ്സിലാക്കി നമുക്ക് വേണ്ട മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അത് റെഫർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ് നമ്മുടെ ധാർമ്മിക ഉദ്യോഗം, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ അതാണ്. ഈ 3 പ്രൊഫഷണൽസും ചെയ്യേണ്ടത് അതാണ്. അവരെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുക. മെഡിസിനൽ ഹെൽപ്പ് വേണമെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വിടുക. അസസ്മെൻറ്റ്സ് എന്തെങ്കിലും നടത്തണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുക. ഇത് ഈ 3 വിഭാഗക്കാരെയും നിങ്ങൾ കൺസൾട്ട് ചെയ്താൽ വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇനി റൈറ്റ് സപ്പോർട്ട് കിട്ടുന്ന ഏത് സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ലൈഫ് കോച്ചേഴ്സ് അല്ലെങ്കിൽ ഹീലേഴ്സ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് തന്നെയാണ്. ഇവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രശ്നത്തെ സോൾവ് ചെയ്തു തരാനും നമ്മളുടെ അപ്പോഴത്തെ മാനസിക ബുദ്ധിമുട്ടിനെ സോൾവ് ചെയ്തു തരാനും സാധിക്കുമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒതൻറ്റിക് ആയിട്ടുള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള, ക്വാളിറ്റിയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സെലക്ട് ചെയ്യുക എന്ന് മാത്രം. ചോദ്യം 2.
മാനസിക പ്രശ്നത്തിന് എത്ര നാൾ വരെ മെഡിസിൻ കഴിക്കണം? സൈക്കാട്രിക് മെഡിസിൻ എടുത്താൽ ലൈഫ് ലോങ് കഴിക്കണം, അതിനൊരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ മനസ്സിൽ വിശ്വസിക്കുകയും ചുറ്റുമുള്ളവരോട് പറയുകയും നമ്മൾ ചെയ്തിട്ട് നിസ്സാരമായ മരുന്നുകൾ കൊണ്ട് സോൾവ് ചെയ്യേണ്ട പല പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാതെ മറ്റുള്ളവരോട് പറയാനോ ഇതുപോലുള്ള പ്രൊഫഷണൽസിനെ സീക്ക് ചെയ്യാനോ നിൽക്കാതെ സ്വന്തം ജീവന് തന്നെ ഭീഷണിയായി മാറിയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ക്യാൻസർ പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഏർലി ഡിറ്റക്ഷൻ നടത്തിയാൽ, നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മാറി അതിജീവിക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ ആളുകളെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും. നേരത്തെ കണ്ടുപിടിച്ച് കറക്റ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ, കറക്റ്റ് മെഡിക്കേഷൻ വേണ്ടതാണെങ്കിൽ കറക്റ്റ് മെഡിസിനിലൂടെ പോയാൽ തീർച്ചയായിട്ടും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് മാനസിക അസ്വസ്ഥമായിട്ട് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിൽ ഡിപ്രഷനും ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസും ഒക്കെ നമ്മൾ നോർമലായിട്ട് കാണുന്നതാണ്. നമുക്കോ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കോ മാനസികാരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വ്യത്യാസം അവരുടെ സ്വഭാവത്തിലോ രീതികളിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഒരാളെ നിർബന്ധമായിട്ടും നിങ്ങൾ നേരത്തോടെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി ദീർഘകാല ട്രീറ്റ്മെൻറ്റിലൂടെ പോകേണ്ടി വരില്ല. ഇനി നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നത്തിന് മാനസിക രോഗ വിദഗ്ധൻ നമുക്ക് മെഡിസിൻ പറഞ്ഞാൽ അവർ പറയുന്ന അത്രയും നാൾ കൃത്യമായ ഫോളോ അപ്പോടുകൂടി, 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് ചെന്ന് കണ്ട് അതിൻ്റെ ഡോസിൽ വ്യത്യാസം വരുത്തി മരുന്നിൽ ഏറ്റവും ഇളവും ഒക്കെ ചെയ്ത് കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ ദീർഘകാലം ഒന്നും മെഡിസിൻ എടുക്കേണ്ടി വരില്ല. ചില രോഗങ്ങൾക്ക് അങ്ങനെയാണ്, ദീർഘകാലം മെഡിസിൻ എടുക്കേണ്ടി വരുന്ന. ശാരീരിക രോഗങ്ങളും അങ്ങനെ തന്നെയല്ലേ, അത്ര തന്നെയുള്ളൂ മാനസിക രോഗത്തിനും. അപ്പോൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാം. നമ്മൾ തോന്നുമ്പോൾ നമ്മൾ പോയി മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും, തോന്നുന്ന അത്രയും നാൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മെഡിസിൻ വാങ്ങി കഴിക്കാനുമുള്ള ടെൻഡൻസി നോർമലി നമ്മളിൽ കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മൾ നിർത്തേണ്ടത്. ഇത് എത്ര കാലം വരെ കഴിക്കണമെന്ന് മാനസിക രോഗം അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധർ, ഒരു സൈക്യാട്രിസ്റ്റ് ആണ് തീരുമാനിക്കുക. അവർ പറയുന്നത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്നാൽ തനിക്ക് തന്നെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളിൽ നിന്നും സഹായം എടുക്കുന്ന ഒരു പ്രോസസ്സ്. എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ചില സിറ്റുവേഷൻസിൽ, അതിനെ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്നെ എക്യുപ്ഡ് ആക്കുന്ന, മറ്റൊരാളിൽ നിന്നും ഒരു സഹായം എടുക്കുന്ന പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഞാൻ കൗൺസിലിംഗ് എടുക്കുന്നത്? സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയും ഉത്തരവാദിത്തത്തോടു കൂടിയും എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാൻ. നമ്മൾ നോർമലി ഒരു ഡെഫിനിഷൻ പറയാറുണ്ട്, അത് ചേഞ്ചിങ് ദ പാസ്റ്റ് ബിഹേവിയർ ഇൻ ദ പ്രസൻറ്റ് ടു മൂവ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ. അതായത് പണ്ടെപ്പോഴോ നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത, നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമോ ചിന്തയോ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനെ മാറ്റി, അതിനെ സയൻറ്റിഫിക് രീതിയിലൂടെ, സൈക്കോതെറപ്പീസിലൂടെ, ശാസ്ത്രീയമായ രീതിയിലൂടെ മാറ്റിയെടുത്ത് ഭാവിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് ഒരിക്കലും ഉപദേശമല്ല. ഉപദേശിക്കുക എന്ന് പറയുന്ന പരിപാടി കൗൺസിലിങ്ങിൽ ഇല്ല. ദിസ് ഇസ് പ്യുവർ സൈക്കോതെറപ്പിയാണ്. നമ്മളതിൻ്റെ കാര്യകാരണങ്ങളെ വിശകലനം ചെയ്യുകയും പരസ്പരം ഡിസ്കഷൻ മോഡിൽ വരികയും പല തെറപ്പീസിലൂടെ പാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, സോ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക. സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ചോദിക്കണം. ക്ലിയർ ചെയ്ത് പോകണം. താങ്ക് യു സോ മച്ച്.